പ്രിയമുള്ള സഹോദരന്മാരെ, പുതിയൊരു ചാനലിൽ വന്നിട്ടുള്ളത്. ഈ ചാനലിൻ്റെ പേര് മിന്നൂസ് എന്നാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കറിയാമല്ലോ, KK ഹുസൈൻ ചാനലുണ്ട്. അതിൽ എല്ലാ വീഡിയോകളും നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ചാനലിൽ ഖുർആനിൻ്റെ അർത്ഥം മാത്രം വിശദീകരണം ഉണ്ടാവില്ല. ഖുർആൻ്റെ അർത്ഥം പഠിക്കാം. തെറ്റുണ്ടെങ്കിലൊക്കെ നിങ്ങൾ തിരുത്തി തരുമെന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ സംരംഭം തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി, അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. മിനശ് ശൈത്വാനി, ശൈത്വാനിൽ നിന്ന്. അർ റജീം, ആട്ടി ഓടിക്കപ്പെട്ട. ആ സംഭവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിശദീകരണം നിങ്ങൾക്ക് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. ശൈത്താൻ എന്താണ് അതൊക്കെ പിന്നെ വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്, പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ബിസ്മില്ലാഹി, ഞാൻ തുടങ്ങുന്നു. അർ റഹ്മാനിർ റഹീം, റഹ്മാന് റഹീമുമായ അള്ളാഹു. പഴയ കാലത്തൊക്കെ വേറെ രൂപത്തിലാണ് അർത്ഥം വച്ചിരുന്നത്. പഴയ കാലത്തൊക്കെ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഏറ്റവും നല്ലത് റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. റഹ്മാൻ എന്ത്, റഹീം അർത്ഥം പിന്നെ പഠിക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്നാണ് അതിനർത്ഥം. അർ റഹ്മാനുർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിലെ ഉടമസ്ഥനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഇയ്യാക നഅ്ബുദു, അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ ചേർക്കണമേ, നല്ല വഴിയിൽ ഞങ്ങളെ ചേർക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ ആരുടെ മേൽ അനുഗ്രഹം ചെയ്തുവോ അവരുടെ വഴിയിലും ഞങ്ങളെ ചേർക്കണം. വൈരിൽ മഗ്ദൂബി അലൈഹിം, വൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നിൻ്റെ കോപം ഏറ്റവരുണ്ട് അവരുടെ വഴിയിലല്ല, വലദ്ദാലീൻ പിഴച്ച ആളുകളുടെ വഴിയിലുമല്ല. ഇതാണ് ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം. ആമീൻ. നീ കേട്ട് ഉത്തരം ചെയ്യും. ഇനി ഓരോ ആയത്തിൻ്റെയും വിശദീകരണം നമ്മൾ ചോദിച്ച് പഠിക്കണം. അർത്ഥം നിങ്ങൾ ഇതാണ്, നിങ്ങൾ പഠിക്കുക.